വീട്ടിലുള്ള ചേരുവകളൊക്കെ മതി കേട്ടോ ഈ ഒരു ഈജിപ്ഷ്യൻ ഡെസേർട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്, നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള അടിപൊളി ഡെസേർട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം നമുക്കൊരു അരക്കപ്പ് പഞ്ചസാര പൊടിച്ചത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചതും അരക്കപ്പ് പുളിയില്ലാത്ത തൈരുണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. അതുകൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വിസ്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ട് അത് കമ്പൈൻ ആവുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ഓയിലും ഈ ഒരു ബാറ്ററും കൂടെ ഇതുപോലെ നന്നായിട്ട് കമ്പൈനായിട്ട് വരും. ഇനി നമുക്കതിലേക്ക് റവയാണ് വേണ്ടത്. ഒരു കപ്പ് റവ എടുക്കുക കേട്ടോ. ഒരു കപ്പ് റവ എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലൊരു തിക്കായിട്ടുള്ള ബാറ്ററായിട്ടാണ് നമുക്കിത് കിട്ടുക. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് വേണ്ടത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് കേട്ടോ. ഒരു അര കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടെ ചേർക്കുമ്പോഴാണ് ഇതിന് കറക്റ്റ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടട്ടോ, നല്ലൊരു ടേസ്റ്റിൽ കിട്ടുക. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുകൂടെ ചേർക്കുമ്പോൾ ബാറ്റർ ഒന്നുകൂടെ നല്ല തിക്കായിട്ട് വരും കേട്ടോ. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക എല്ലാ ഭാഗത്തു നിന്നും എത്തുന്ന രീതിയിൽ. ഇനി നമുക്കൊരു ബേക്കിംഗ് ട്രേ എടുക്കുക. നമ്മൾ ഏതിലാണോ ബേക്ക് ചെയ്തെടുക്കുന്നത് ആ ഒരു ട്രേ എടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ ഓയിലോ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്കിത് കിട്ടുക കേട്ടോ. റവ ആകുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കുതിർന്ന് വരും. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് കിട്ടുക. എന്നിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ഓവണിലോ കുക്കറിലോ അല്ലെങ്കിൽ നോർമൽ നമ്മൾ ഒരു പാത്രത്തിൽ ഇറക്കി വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്യൂല ആ രീതിയിലൊക്കെ ചെയ്തെടുക്കാം. ഞാൻ ഓവണിലാട്ടോ ചെയ്യും. 180 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റാണ് കേട്ടോ ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. ഒരു കപ്പ് പഞ്ചസാരയിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. കൂടുതൽ സമയം തിളപ്പിക്കൊന്നും വേണ്ട. നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം അത് ക്രിസ്റ്റൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ഇത് ബേക്കായി വന്നിട്ടുണ്ട്. അത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഷുഗർ സിറപ്പ് അതിൻ്റെ മുകളിലൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് അതങ്ങ് സോക്കായിട്ട് കിട്ടും കേട്ടോ. അത് നന്നായിട്ട് സോക്കായതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചതുരത്തിലാണ് കേട്ടോ ഞാൻ സ്ക്വയർ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേറെ വീതിയുള്ള കുറച്ചും കൂടെ നീളമുള്ള ബേക്കിംഗ് ട്രേയിലൊക്കെ ബേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇത് കുറച്ച് കട്ടിയുണ്ട്, കുറച്ച് കട്ടി കുറച്ചിട്ടാണ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു അളവ് വെച്ചിട്ട് തന്നെ. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിലും ആണെങ്കിൽ നമുക്ക് പിസ്താഷ്യോ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മധുരപ്രേമികൾക്കൊക്കെ ഇഷ്ടമായിട്ടുള്ള ഈജിപ്ഷ്യൻ ഡെസേർട്ട് ആയിട്ടുള്ള ബസ്ബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ.